എടി നീ വരുന്നുണ്ടാ? ഇല്ലെങ്കിൽ ഞാൻ ഒറ്റക്ക് പൊക്കോളാം. വന്നു. കല്യാണത്തിൽ പോകാൻ 11:30 ആകുമ്പോൾ റെഡി ആയി നിൽക്കണമെന്ന് ഇന്നലെ ഞാൻ പറഞ്ഞല്ലേ. മണി ഇപ്പൊ 12:30. വെയിറ്റ് ചെയ്ത് മനുഷ്യൻ പോസ്റ്റായി. ആ ക്ഷമിക്ക്, അതൊക്കെ പോട്ടെ. എന്നെ കാണാൻ എങ്ങനെയുണ്ട്? കാണാനൊക്കെ കൊള്ളാം. ഈ മാല ഇത് എവിടുന്നാ? ഇതേ അപ്പുറത്തെ വിള്ള ശാന്ത ചേച്ചിയുടെ മാലയാണ്. കല്യാണത്തിന് ഇടാൻ വേണ്ടി വാങ്ങിച്ചതാ. കഴിയുമ്പോ തിരിച്ചുകൊണ്ടേ കൊടുത്താൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്റെ പൊന്നു ശാലു, സ്വർണത്തിന്റെ വില നിനക്ക് അറിയാല്ല. ഇതെങ്ങാനും പോയി കഴിഞ്ഞാ നീ കൊണ്ടേ കൊടുത്തിട്ട് വാ. ഇതെവിടെ പോവാനാ? ഞാൻ നോക്കിക്കോളാം. എന്റെ കൂടെ ഒന്ന് വന്നാ മതി. ആ, പോയി കഴിഞ്ഞിട്ട് എന്റെ അടുത്ത് മോങ്ങി വരാൻ നിൽക്കരുതട്ടാ. നല്ല ബിരിയാണി ആയിരുന്നല്ലേ? ഒരു പ്ലേറ്റ് വീട്ടിലേക്ക് വാങ്ങിക്കേണ്ടതായിരുന്നു. അതൊന്നും കുഴപ്പമില്ല. ആദ്യം നീ ആ മാല കൊണ്ടേ കൊടുക്കാൻ നോക്കിയേ. അയ്യോ, മാല എന്തേ? ചേട്ടാ, മാല കാണാനില്ല. ചേട്ടാ, മാല എവിടെ പോയിന്നോ? മാല കാണാനില്ലെന്നാ? എന്റെ ദൈവമേ, ഞാൻ ഇനി എവിടെ നിന്ന് കൊണ്ടുവരാനാടി? നിന്നോട് ഞാൻ അപ്പഴേ പറഞ്ഞല്ലേ കൊണ്ടുപോയി കൊടുക്കാൻ. അങ്ങനെ പറയല്ലേ. എങ്ങനെയെങ്കിലും ഒന്ന് ഉണ്ടാക്കി കൊടുക്കാൻ നോക്ക്. ഇല്ലെങ്കിൽ അവര് വല്ല കേസും കൊണ്ടേ കൊടുക്കും. എന്തെങ്കിലും വിറ്റോ പണയം വെച്ചോ അങ്ങനെയെങ്കിലും ഒന്ന് കൊടുക്കാൻ നോക്ക്. ഞാനൊരു ഐഡിയ പറയട്ടെ. ചേട്ടന്റെ അമ്മയുടെ മാല വിറ്റ് കഴിഞ്ഞാൽ നമുക്ക് കൊടുക്കാൻ പറ്റൂലേ? എന്റെ എന്താടി ഉള്ളത് വിൽക്കാനും പണയം വെക്കാനൊക്കെ? ഞാൻ എന്ത് ചെയ്യും ദൈവമേ? അമ്മയുടെ മാലെങ്കിൽ മാല. എന്താ ചേട്ടാ, മാല കിട്ടിയാ? ആ, ഒരു വിധത്തിൽ ഞാൻ ഒപ്പിച്ചടി. ഞാനൊരു സത്യം പറയട്ടെ. മാല പോയെന്ന് ഞാൻ വെറുതെ പറഞ്ഞതാ. എനിക്കും മാലയും ശാന്ത ചേച്ചിക്കും മാലയും. അല്ലാതെ എനിക്കൊരു മാലയൊക്കെ നിങ്ങൾ എങ്ങനെ മേടിച്ചു തരാനാ? മാല കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ഐഡിയ ആയിരുന്നത്. എടി, നീ എന്നെ തീയതി ഇട്ടിച്ചല്ലടി കുറച്ചു നേരത്തേക്ക്. ഈ മാല ഉണ്ടാക്കാൻ എന്തൊക്കെ പാടുപെട്ടെന്നറിയാമോ? ഇച്ചിരി കഷ്ടപ്പെട്ടാൽ സാരയില്ല. കുറച്ച് സ്വർണ്ണം ഉണ്ടാക്കിയില്ലേ? അല്ല, എങ്ങനെ മേടിച്ച്? ചേട്ടന്റെ അമ്മയുടെ മാല വിറ്റല്ലേ? ആ അതേടി, അമ്മയുടെ മാല വിറ്റ്. എൻ്റെ അമ്മയുടെ അല്ല, നിന്റെ അമ്മയുടെ മാല ഞാൻ വിറ്റത്. എന്റെ അമ്മയുടെ? ആ പിന്നെ 3 മാസത്തിനുള്ളിൽ നിന്റെ അമ്മയുടെ മാല എടുത്ത് കൊടുത്തില്ലെങ്കിൽ നിന്നെ അങ്ങോട്ട് കേറ്റില്ലെന്നാ പറഞ്ഞേക്കണം.